സിനിമ കുറച്ചാൾ തിയേറ്ററിൽ തുടരും. അടിപൊളി, സൂപ്പറായിട്ട്, നന്നായിട്ട്, നല്ല സൂപ്പർ പടമാണ്. ആ വില്ലനായിട്ട് അഭിനയിച്ച പോലീസുകാരൻ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. വില്ലൻ കലക്കി കളഞ്ഞു. എന്നാലും ഓഡിയൻസ് റെസ്പോൺസിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇതിപ്പം ലാലേട്ടന്റെ സ്റ്റാർഡവും ആസ് എൻ ആക്ടറും രണ്ടും ഉപയോഗിച്ചൊരു പടമാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അതിന്റെ ഒരു രസവും അതിന്റെ ഒരു അഴകും ഒക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ കണ്ടിട്ട് പറ. അത് നിങ്ങൾ പടങ്ങാണ്. പിന്നെ ലാലേട്ടൻ ഏത് കഥാപാത്രമാണെങ്കിലും ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത്. ദൃശ്യത്തിന് സെക്കൻഡ് അടിപൊളി, സൂപ്പർ. അതെ, തീർച്ചയായിട്ടും അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി, സൂപ്പർ. നമ്മുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയണം. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ലാലേട്ടനെ തിരിച്ച് കിട്ടി. അടിപൊളി, സൂപ്പർ. കുറെ ആൾക്കാർ ഇതിനോടകം ഊഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. സൂപ്പർ പടം. സ്റ്റോറി നല്ല സ്റ്റോറിയാണ്, നല്ലൊരു ഫ്ലോയിലാണ് എടുത്തിരിക്കുന്നത്. അടിപൊളി, സൂപ്പർ. കിട്ടിക്കഴിഞ്ഞാൽ പഴയ മോഹൻലാൽ ഇവിടെ തന്നെ ഉണ്ട്. ഡയറക്ടറിന്റെ മെടുക്കോലായിരിക്കും. അപ്പൊ ഇതിൽ തരൺമൂർത്തി നല്ലൊരു വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. അടിപൊളി, സൂപ്പർ. ലാലേട്ടൻ നല്ലൊരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലോട്ട് ഇടിച്ചു കയറുന്ന ഒരു സിറ്റുവേഷൻ ഈ പടത്തിന് അത് സംഭവിക്കുന്ന ഉറപ്പുണ്ട്. ഏത് പ്രായത്തിലുള്ള അമ്മമാരും എല്ലാവർക്കും സന്തോഷത്തോടെ കൂടെ കാണാം. സന്തോഷം എന്ന് ഞാൻ പറയില്ല, പക്ഷെ എല്ലാവർക്കും വന്ന് കാണാം. ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ത്രില്ലർ എന്ന് തന്നെ പറയാം. യെസ്, ഞാൻ 5 തന്നെ കൊടുക്കും. ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. മോഹൻലാലിന്റെ കംബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് ദൃശ്യമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫാമിലി എന്നുള്ള പെർസ്പെക്റ്റീവില് ദൃശ്യം എന്ന് പറയാം. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി തരുൺമൂർത്തി ആ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ മോഹൻലാലിനെ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? 100% ഫ്രം ദ ഫസ്റ്റ് സീൻ, അതായത് ആദ്യത്തെ ഇൻട്രോ സീൻ മുതൽ ലാസ്റ്റ് വരെ നമുക്ക് മോഹൻലാലിന്റെ മനസ്സും കണ്ണു നിറഞ്ഞ് കണ്ടു നിൽക്കാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്ക് വിന്റേജ് ലാലേട്ടനൊന്നുമില്ലല്ലോ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വികാരമാണല്ലോ. അത് നമുക്ക് കംപ്ലീറ്റ് 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഗംഭീര കെമിസ്ട്രിയാണ്. വേറെ തന്നെ ഒരു അപ്രോച്ചാണ്. അവര് ആ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ മാറി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു സീരിയസ് അപ്രോച്ച് വരുമ്പോൾ പുതിയ നമ്മൾ ഇതുവരെ കാണാത്ത കുറെ അനുഭവങ്ങൾ. തുടരും എന്ന് പറയുന്ന ദൃശ്യം, പിന്നെ പുലിമുരുകൻ, കിരീടം, ഈ 3 ചിത്രങ്ങളിലെ ലാലേട്ടൻ നമുക്ക് കാണാം. ഇതിന് സംവിധാന, സ്റ്റോറി, കാസ്റ്റിംഗ്, BGM, ഇൻട്രോശേഷം എന്റെ ഹാർട്ട് ബീറ്റ് വരെ കൂടി. അത്രത്തോളം മനോഹരമായ ഒരു ചിത്രീകരണമാണ് നടക്കുന്നത്. എന്താ പറയാ, ലാലിന്റെ ഫാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ലാലിന്റെ പഴയ ചാം, ഇത് പഴയ ലാലിന്റെ ചാം, ആ ഒരു ഇത് പ്ലസ് പുഷ്പം സീന് ഞാൻ കൂടുതലൊന്നും പറയുന്ന തീരുന്നതാണ്. അത്ര അടിപൊളിയാണ്. ഹൈലി സാറ്റിസ്ഫൈഡ്. ഒരു ലാലട്ടൻ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഇருக்கு. അടിപൊളി, രക്ഷയില്ല, തകർത്തു. ഈ അടുത്തിറങ്ങിയതിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറി. എമ്പുരാനൊന്നും ഒന്നുമല്ല, എമ്പുരാന്റെ ഒക്കെ മുകളിലാണ് ഈ സിനിമ. കാരണം സാധാരണക്കാരുടെ ഇടയിൽ ഇത്രയും നല്ല രീതിയിൽ ഒരു ഉദ്യോഗസ്ഥ ലോബി എന്താണ് നമ്മളെപ്പോലുള്ള സാധാരണ വർഗ്ഗങ്ങളെടുത്ത് കാണിക്കുന്നത് എന്താണെന്നുള്ളത് തിരിച്ച് സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പടമാണ് ഇത്. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കാണണം. ഇത് കണ്ടേ പറ്റുള്ളൂ. കാരണം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എല്ലാം മിക്സ് ചെയ്ത് കോർത്തിണക്കിക്കൊണ്ടുള്ള തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ. അടിപൊളി. ഓപ്പറേഷൻ ജാവ, സൗദി വിളക്ക, വ്യത്യസ്ത ജോണറിൽ പോന്നാണ്. 3ാമത്തെ സിനിമയാണ് ഇത്. ഇതും വ്യത്യസ്ത ജോണറിൽ പോയ സിനിമയാണ്. ഇതിന്റെ ഡയറക്ഷൻ അടിപൊളിയാണ്, BGM അടിപൊളിയാണ്, അഭിനയം അടിപൊളിയാണ്, റൈറ്റിംഗ് അടിപൊളിയാണ്. ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാനില്ല. സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. പിന്നെ ഒരു വിന്റേജ് നടൻ എന്താണോ ലാലേട്ടൻ കഴിഞ്ഞുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത്? ആ ഒടിയനിലൊക്കെ കഞ്ഞി വേണമെന്നുള്ള സീനൊക്കെ ആ ഡയലോഗ് കൂടെ അത് കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇത്ര നാച്ചുറലായിട്ട് അഭിനയിക്കാൻ മലയാളത്തിൽ ഇനി ഒരു നടൻ ഉണ്ടാവുകയില്ല, ഇനി ഒരു നടനും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഫുൾ ഗ്യാരണ്ടി സിനിമ. ഇത് സൂപ്പർ ഹിറ്റ് ആണ്. ഞാൻ ഈ അടുത്ത കാലത്ത് റിവ്യൂ പറഞ്ഞതിൽ ഏറ്റവും നല്ല സിനിമയാണ്. ഗ്യാരണ്ടി ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റും. അടിപൊളി. തീരെ പ്രമോഷൻ അല്ല, ഓവറല്ല പടം കഴിഞ്ഞപ്പോ മനസ്സിലാവും. ഓവറല്ല സിനിമ കഴിഞ്ഞപ്പോ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിന്റെ മുന്നേ സംസാരിക്കാൻ പറ്റില്ല. കഥാപാത്രത്തിന്റെയും ഇതില് നമ്മൾ മറച്ചു വെച്ച കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ പറയാനാ? അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടി ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ആക്കാൻ പറ്റിയിട്ടില്ല. അല്ല,
ഡെഫിനറ്റ്ലി ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരാളെ വെച്ചിട്ട് ലാലേട്ടനെ പോലെ ഒരാളെ വെച്ചിട്ട് ഒരു പടം ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമുക്ക് നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ ഒരുപാട് സന്തോഷം. ലെവലിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഡെഫിനറ്റ്ലി ചെയ്യുമ്പോൾ നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ചെയ്യണത്. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. എല്ലാവരും പടം കണ്ടോ?